മലപ്പുറം കളക്ട്രേറ്റിൻ്റെ ഉള്ളിലാണുള്ളത്. ജില്ലാ പഞ്ചായത്ത് സത്യപ്രതിജ്ഞ കഴിഞ്ഞു നേരെ പുറത്തിറങ്ങിയതാണ്. നമ്മളെ കൂടെയുള്ള ആളെ ഞാൻ മലപ്പുറക്കാർക്ക് പരിചയപ്പെടുത്തുന്നതല്ല. AP ഉണ്ണികൃഷ്ണൻ സാറിൻ്റെ മോളാണ് വിജി അല്ലേ? സ്മിജി ഉണ്ട്, അതുപോലെ തന്നെ അമ്മ ഉണ്ട്, ഭർത്താവിൻ്റെ അച്ഛനും ഉണ്ട്. എന്തൊക്കെയുണ്ട്, എന്താണ് ഏകപക്ഷീയമായിട്ടുള്ള ഭരണത്തിന് പോവാണ്. 33 സീറ്റിൽ 33 സീറ്റും നേടി. വേറെ ഹൈലൈറ്റ് കൂടി പറയാനുള്ളത്, കല്യാണം കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞ് എന്താ പറയുക, ദാമ്പത്യ ജീവിതത്തിൽ പ്രവേശിച്ചിട്ടുള്ളൂ അല്ലേ? നേരെ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്കാണ് ഇറങ്ങിയിട്ടുള്ളത്. എന്താ ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്? ജയിക്കുന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു? ജയിക്കുന്നുള്ള പ്രതീക്ഷ, അത് ആ വാർഡിനെ സംബന്ധിച്ച് ഒരു ചുവപ്പിന്റെ ചെങ്കോട്ട എന്നറിയപ്പെടുന്ന ഒരു വാർഡാണ്. നിറമരുതൂരായിരുന്നു ആദ്യത്തെ ഡിവിഷൻ. നമ്മുടെ മുൻ മെമ്പർ ഷാഫിയ സാഹിബ് മത്സരിച്ച സമയം. പിന്നീട് അത് വെട്ടിമുറിച്ച് അവർക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു ജില്ലാ പഞ്ചായത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു വാർഡായിരുന്നു താനാളൂർ ഡിവിഷൻ. അപ്പോൾ ആ ഡിവിഷനിലേക്ക് മത്സരിക്കുന്ന സമയത്ത് പാർട്ടിയിൽ നിന്ന് തന്നെ ഒരു എക്സ്പീരിയൻസ് എന്ന നിലയ്ക്കാണ് എന്നെ പ്രഖ്യാപിക്കുന്നതും. പ്രഖ്യാപനം തന്നെ ഒരു അത്ഭുതമാണ്. അപ്പൊ ആ ഒരു അത്ഭുതത്തോടു കൂടെ കാൽച്ചുവട് വെച്ചു. ആ വെച്ച ചുവടുകളൊന്നും പാഴായിട്ടില്ല, പിന്നോട്ട് വെക്കേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഒരു മുൻകൂർ പ്രതീക്ഷകളൊന്നും ഇല്ലായിരുന്നു. ഇല്ല, ഒന്നിലും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പക്ഷെ ആളുകളിലേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റും, ഇനിയും കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റും. അച്ഛന്റെ ആ ഒരു അതേ ഒരു പാത പിന്തുടരാൻ തന്നെ തീരുമാനിച്ചത്? തീർച്ചയായും അച്ഛന്റെ ആ ഒരു സ്നേഹമാണ് ഈ 6852 വോട്ടുകൾ. പിന്നെ അവിടെയുള്ള നമ്മുടെ പ്രവർത്തകരുടെ സപ്പോർട്ടും എല്ലാം ഉണ്ട്. ഓക്കെ അമ്മേ, മോള് ഒരു ഉയർച്ചയിലെത്തട്ടെ, ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളുടെ പടവുകൾ കീഴടക്കാൻ സാധിക്കട്ടെ എന്നുള്ളത്. എന്താ പറയാനുള്ളത്? വീട് ഇവിടെ അവിടെ തന്നെ? മേലങ്ങാടിക്കാരിയാണ് അല്ലേ? നമ്മളെ നാട്ടിലെ മരുമകളാണ്. ഒരു മാസമായിട്ടുള്ളൂ. അപ്പോൾ പിന്നെ നേരെ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്കാണ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഒരു ശനിയാഴ്ച അവർ കോടതി പോയതാണ്. കോടതിയിലേക്കാണ് വിളി വന്നത്, യാദർശ്യമായിട്ടുള്ള വിളി വന്നത്, കാൻഡിഡേറ്റ് വന്നത്. അപ്പോൾ പിന്നെ ഉച്ച കഴിഞ്ഞപ്പോൾ മോനെന്നെ വിളിച്ച് പറഞ്ഞു, സുജി ഇങ്ങനെ മത്സരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ചാൻസ് കിട്ടിയാൽ മത്സരിച്ചോട്ടെ. അഡ്വക്കേറ്റ് ആണല്ലോ? മഞ്ചേരിയിൽ. എല്ലാവിധ അഭിനന്ദനങ്ങളും ഭാവുകളും നേരുന്നു. ഞാൻ പറഞ്ഞു, ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക, ജനങ്ങളോടൊപ്പം നിൽക്കുക, അതിന് സാധിക്കുന്നുണ്ടെങ്കിൽ മത്സരിക്കുക, വിജയം ഉറപ്പാണ് പറഞ്ഞു. വളരെ സ്നേഹത്തോടുകൂടി എല്ലാവരെയും കാണാം, ഒരേ ഇതിൽ കാണാം. അതാണ് നമുക്ക് കഴിയാത്തത് മക്കളിലൂടെ സാധിക്കട്ടെ എന്ന് പ്രത്യാശിക്കാം. അതുകൊണ്ട് ഒരു കാര്യം പറയാനുള്ളത്, അച്ഛൻ്റെ അതേ പാതയിൽ ഉണ്ണികൃഷ്ണൻ സാറെ നമുക്ക് ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും പ്രിയപ്പെട്ടവരായിരുന്നു. അതിൽ ജാതിയോ മതമോ വർഗമോ അല്ലെങ്കിൽ രാഷ്ട്രീയമോ ഒന്നും ഇല്ലായിരുന്നു. അതുപോലെ തന്നെ മോൾക്കും സാധിക്കട്ടെ എന്നുള്ളത് ആശംസിക്കുന്നു.